ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളെ കോണിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷിംഗ് ആയി. ഫുള്ള് മാറ്റ് നമ്മളുടെ രീതിക്കുള്ള തട്ടിക്കൂട്ട് കുത്തിവരെ വരച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ട് ഞാൻ പറയാറില്ല, എപ്പോഴും ഗോൾഡൻ ബ്രൗൺ ബ്ലാക്കുമാണ്. ബേസ് കോട്ട് തേക്ക് സ്പെഷ്യലി കുറച്ച് വൈറ്റ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ 1 ലിറ്റർക്ക് 3/4 ലിറ്റർ വൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ പാർട്ടി കാണുന്ന ഒന്ന് ടർപ്പൻ്റ്, ഒന്ന് നമ്മളെ കൂട്ട്, ഒന്ന് കുറച്ച് ബ്ലാക്ക്. അപ്പോൾ കമ്പിക്ക് വൈറ്റ് കൊടുത്തപ്പോൾ വേറെ ഫീലിംഗ് വന്നില്ലേ. ഇതിൻ്റെ ക്ലിയർ അടിച്ചിട്ടുണ്ട് സെമി മാറ്റ് കേട്ടോ, സിൽക്ക് മാറ്റ്, പക്ക മാറ്റ് അല്ല. അത് പിയോ അടിച്ചിരിക്കുന്നു കേട്ടോ, പിയോ. അപ്പോൾ ഇവിടെ പീസായി കൊടുത്തിട്ടുണ്ട്, മുറിച്ചതാ. ഇവിടെ എന്തെങ്കിലും കാണിച്ചാൽ ഇവിടെ നമ്മളൊരു കട്ടിങ് കൊടുത്തു. പിന്നെ അവിടെ അപ്പോൾ അങ്ങനെ വർക്കൊക്കെ ഫുള്ള് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫിനിഷിങ് വന്നില്ല. ആ വൈറ്റ് കമ്പിയൊക്കെ വന്നപ്പോൾ പിന്നെ നമ്മൾ സാധാരണ ചിലയിടത്തൊക്കെ ആൾക്കാർ പറയും ബ്ലാക്ക് കൊടുത്താൽ മതി. പക്ഷെ ഞാനധികം ബ്ലാക്ക് ഒഴിവാക്കിയിട്ട് വൈറ്റാണ് കൊടുക്കൽ. ഈ കോണിൻ്റെ കമ്പി നമ്മൾ വുഡ് ആവുമ്പോൾ അത് നമ്മളൊരു വുഡ് ടച്ചിക്ക് വൈറ്റ് കമ്പി നല്ല ഫീലിംഗ് ആണ് എൻ്റെ അനുഭവം കേട്ടോ, നമ്മളൊരു കാഴ്ചപ്പാടിൽ. പക്ഷേ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഡാർക്കാവും. ഓൾറെഡി നമ്മൾ ഈ വുഡ് വരക്കുമ്പോൾ ഡാർക്കാണ്, പക്ഷേ കമ്പി അതിന് വൈറ്റ് ചെല്ലുമ്പോൾ നമ്മുടെ ഒന്നാമതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഗ്രാനൈറ്റും കുറച്ചൊരു ഡാർക്ക് സൈഡ് ആയതുകൊണ്ട് വൈറ്റ് കമ്പി നല്ലൊരു ഫീലിംഗ് കൊടുക്കുന്നില്ലേ. ഇവിടെ നമ്മളൊരു മരത്തിൻ്റെ ഒരു കേടുപാടൊക്കെ കൊടുത്തു, നമ്മൾ അതിലേക്ക് കൊടുത്താൽ കേട്ടോ. എന്തൊരു വെറൈറ്റി എന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ട്. അപ്പോൾ അതൊരു ഫീലിംഗ് എപ്പോഴും നമ്മളൊരു മാറ്റം വരുത്തി നോക്കണം. അപ്പോൾ നമ്മളൊരു വർക്കിനും ഒരു അപ്ഡേഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന വർക്ക് ഏതായാലും എന്നും എപ്പോഴും ഒരുപോലെ ചെയ്യാതെ ഓരോ മാറ്റങ്ങൾ വരുത്തുക.